നമസ്കാരം. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കേണ്ടതിന്റെ പ്രാധാന്യം സംബന്ധിച്ച് പ്രധാനമന്ത്രി KS സ്റ്റാമറും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഫോണിൽ സംഭാഷണം നടത്തി. ഹോർമൂസ് കടലിടുക്കിലേക്ക് യുദ്ധക്കപ്പലുകൾ അയക്കണമെന്ന് ബ്രിട്ടനോട് ട്രംപ് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഇരുവരും ആദ്യമായി സംസാരിച്ചത്. സംഭാഷണത്തിനിടെ യുദ്ധത്തിൽ ജീവൻ നഷ്ടമായ അമേരിക്കൻ സൈനികർക്കായി സ്റ്റാമർ അനുശോചനം രേഖപ്പെടുത്തിയതായും ഡൌണിംഗ് സ്ട്രീറ്റ് വക്താവ് അറിയിച്ചു. ഇതിനിടെ കാനഡയുടെ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായും സ്റ്റാമർ ഫോണിൽ സംസാരിച്ചു. ഹോർമൂസ് കടലിടുക്കിലെ തടസ്സം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഇരുവരും ഊന്നിപ്പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. ബ്രിട്ടന് എന്ത് സഹായം നൽകുവാൻ കഴിയുമെന്ന് പരിശോധിച്ചു വരികയാണെന്ന് ഊർജ്ജ സെക്രട്ടറി എഡ് മിൽബാൻഡ് വ്യക്തമാക്കി. മധ്യപൂർവേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതയായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിൽ നാറ്റോ സഖ്യരാജ്യങ്ങൾ സഹായിക്കാത്ത പക്ഷം സംഘടനയുടെ ഭാവി വളരെ മോശമാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഫിനാൻഷ്യൽ ടൈംസ് പത്രത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇറാന്റെ നിയന്ത്രണത്തിൽപ്പെട്ടതായി ആരോപിക്കപ്പെടുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന എണ്ണ ടാങ്കറുകൾക്ക് നേരെയുള്ള തടസ്സം ലോകമെമ്പാടും ഊർജ്ജവില ഉയരുവാൻ കാരണമായിട്ടുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക യുക്രൈനെ സഹായിച്ചതുപോലെ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനായി യൂറോപ്യൻ രാജ്യങ്ങളും സഹായിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. ഇതിന് അനുകൂലമായ പ്രതികരണമില്ലെങ്കിൽ പ്രതികരണം നെഗറ്റീവായാലും നാറ്റോയുടെ ഭാവിക്ക് അത് വളരെ മോശമായിരിക്കുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മുമ്പും നിരവധി തവണ അമേരിക്കയുടെ സഹായം ആശ്രയിച്ചാണ് നാറ്റോ പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം വിമർശിച്ചിരുന്നു. അതേസമയം ചൈനീസ് പ്രസിഡന്റ് ബെയ്ജിംഗിൽ നടക്കാനിരിക്കുന്ന ഉച്ചകോടിയുമായി വൈകുവാൻ സാധ്യതയുണ്ടെന്ന് ട്രംപ് സൂചിപ്പിച്ചു. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിൽ ചൈനയുടെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിൽ നിന്ന് കൂടുതൽ എണ്ണ ലഭിക്കുന്ന രാജ്യങ്ങൾ തന്നെയാണ് അവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മുന്നോട്ട് വരേണ്ടതെന്നും ട്രംപ് പറഞ്ഞു. ഇതിനായി കടലിടുക്കിലെ മൈനുകൾ നീക്കം ചെയ്യുവാൻ മൈൻ സ്വീപ്പർ കപ്പലുകൾ ഉൾപ്പെടെയുള്ള സൈനിക സഹായവും ഇറാന്റെ തീരപ്രദേശങ്ങൾ ആക്രമിക്കുവാൻ സൈനിക ശക്തിയും ആവശ്യമായതായി അദ്ദേഹം വ്യക്തമാക്കി. ഇറാനെതിരായ യുദ്ധം എത്ര കാലം നീളുമെന്ന അനിശ്ചിതത്വം ആഗോള എണ്ണ വിപണിയെ ആശങ്കയിലാഴ്ത്തുകയാണ്. ഇംഗ്ലണ്ടിൽ മെനിഞ്ചൈറ്റിസ് ബാധിച്ച യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി ഉൾപ്പെടെ 2 പേർ മരിച്ചു. കെന്റ് സർവകലാശാലയിലെ വിദ്യാർത്ഥിയാണ് മരിച്ചവരിൽ ഒരാളെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. കാൻബറി പ്രദേശത്ത് നിന്ന് 11 പേർ ഇപ്പോൾ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഇവരിൽ ഭൂരിഭാഗവും 18 മുതൽ 21 വയസ്സ് വരെയുള്ളവരും ചിലർ സർവകലാശാലയിലെ വിദ്യാർത്ഥികളുമാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. സംഭവത്തെ തുടർന്ന് UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ, സ്റ്റാഫ്, അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ 30,000-ലധികം ആളുകളുമായി ബന്ധപ്പെടുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. കൂടാതെ കാൻബറി പ്രദേശത്തെ ചില വിദ്യാർത്ഥികൾക്ക് മുൻകരുതലായി ആന്റിബയോട്ടിക് മരുന്നുകൾ നൽകുവാൻ UKHSA നടപടി ആരംഭിച്ചു. രോഗവ്യാപനം കാൻബറിയിൽ നടന്ന ഒരു സാമൂഹിക പരിപാടിയുമായി ബന്ധപ്പെട്ടായിരിക്കാമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അസുഖം ബാധിച്ച ചിലർ പരിപാടിയിൽ പങ്കെടുത്തതായി റിപ്പോർട്ടുകളുണ്ട്. രോഗബാധിതരുമായി അടുത്ത ബന്ധം പുലർത്തിയവരെ കണ്ടെത്തുവാൻ UKHSA വിദഗ്ധർ അന്വേഷണം ആരംഭിച്ചു. ഇറാൻ സംഘർഷത്തെ തുടർന്ന് കുത്തനെ ഉയർന്ന ഹീറ്റിംഗ് ഓയിൽ വില മൂലം ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങളെ സഹായിക്കുവാൻ സർക്കാർ പുതിയ പദ്ധതി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നു. പ്രധാനമന്ത്രി KS സ്റ്റാമർ ഇന്ന് നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ സഹായ പദ്ധതി വിശദീകരിക്കുമെന്നാണ് റിപ്പോർട്ട്. ഏകദേശം 50 മില്യൺ ചെലവിൽ ഈ സഹായം നടപ്പാക്കുവാനാണ് പദ്ധതി ഇടുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില $100 ബാരലിന് മുകളിൽ ഉയർന്നതോടെയാണ് ഹീറ്റിംഗ് ഓയിൽ വില കുത്തനെ ഉയർന്നത്. സംഘർഷം തുടങ്ങുന്നതിന് മുമ്പ് ഇത് ഏകദേശം $71 ബാരലായിരുന്നു. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചിട്ടതോടെ ആഗോള എണ്ണ വിതരണത്തിനുണ്ടായ പ്രതിസന്ധിയാണ് പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നത്. 18 ദിവസമുള്ള കുഞ്ഞ് ഫ്ളാറ്റിൽ നിന്ന് വീണ് മരിച്ച സംഭവത്തിൽ കുഞ്ഞിന്റെ അമ്മയെ കൊലക്കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. 43 വയസ്സുള്ള സഹീറ ബൈജോനെയാണ് കൊലക്കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. മെട്രോപൊളിറ്റൻ പോലീസ് ഞായറാഴ്ചയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് അവരെ കോടതിയുടെ കസ്റ്റഡിയിൽ തുടരുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെ 7:30 ഹോഴ്സ്ബറി റോഡ് പ്രദേശത്തെ ഫ്ളാറ്റിൽ നിന്ന് കുഞ്ഞു വീണു എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഭവ സ്ഥലത്തെത്തി. ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് കുഞ്ഞ് മരിച്ചതായി അധികൃതർ അറിയിച്ചു. അറസ്റ്റിലായ സ്ത്രീയെ ഇന്ന് വെസ്റ്റ് മിനിസ്റ്റർ മജിസ്ട്രേറ്റ് സ്കോട്ട് മുമ്പാകെ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു. മെട്രോപൊളിറ്റൻ പോലീസിന്റെ സ്പെഷ്യലിസ്റ്റ് ക്രൈം വിഭാഗമാണ് കേസിന്റെ അന്വേഷണം നടത്തുന്നത്.
98ാമത് ഓസ്കാർ അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഹോളിവുഡിലെ ഡോൾബി തിയേറ്ററിലാണ് ചടങ്ങുകൾ നടന്നത്. 24 വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ അവാർഡ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറിന് ലഭിച്ചു. പോൾ തോമസ് ആൻഡേഴ്സ് ആണ് സംവിധായകൻ. നേരത്തെ മികച്ച സംവിധായകനുള്ള ഓസ്കാറും പോൾ തോമസ് ആൻഡേഴ്സിന് ലഭിച്ചിരുന്നു. സിന്നേഴ്സ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മൈക്കൽ ബി ജോർദാൻ മികച്ച നടനുള്ള ഓസ്കാർ ലഭിച്ചു. ഹാംനെറ്റ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ജെസി ബക്ലി മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. വൺ ബാറ്റിൽ ആഫ്റ്റർ ദി അനദർ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ഷോൺ പെൻ ആണ് മികച്ച സഹനടനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. വെപ്പൺസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മുതിർന്ന നടി അമി മാഡിഗൺ മികച്ച സഹനടിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. സിന്നേഴ്സും വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറും തമ്മിലാണ് മികച്ച ചിത്രത്തിനുള്ള മത്സരം നടന്നത്. ഓസ്കാർ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നോമിനേഷനുകൾ വാരിക്കൂട്ടിയ ചിത്രമാണ് റയാൻ ക്ലൂഗർ സംവിധാനം ചെയ്ത സിന്നേഴ്സ്. ഓസ്കാർ വേദിയിൽ ചരിത്രം കുറിച്ച് ഛായാഗ്രാഹക ഓട്ടം ഡ്യൂറന്റ് ആൽകപ്പോ ഈ വിഭാഗത്തിൽ ഓസ്കാർ നേടുന്ന ആദ്യ വനിതയായി ആൽകപ്പോ മാറി. സിന്നേഴ്സ് എന്ന ചിത്രത്തിലെ ഛായാഗ്രഹണത്തിനാണ് ഓട്ടം ഡ്യൂറന്റ് ആൽകപ്പോസ് ഓസ്കാറിന് അർഹയായത്. പശ്ചിമേഷ്യ യുദ്ധ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയിലാണ് അവാർഡ് ദിശ നടന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് അറുതി വരുത്തുവാൻ ആഹ്വാനവുമായി ലിയോ 14 മാർപ്പാപ്പ. ആക്രമണങ്ങൾക്ക് നീതിയിലേക്കും സ്ഥിരതയിലേക്കും സമാധാനത്തിലേക്കും നയിക്കാനാകില്ലെന്നും പരിഹാരത്തിനായി ചർച്ചകളുടെ വാതിൽ തുറക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളോട് താൻ ചേർന്ന് നിൽക്കുന്നതായും മാർപ്പാപ്പ പറഞ്ഞു. പ്രവാസ ലോകത്തെ ഏറ്റവും വലിയ മലയാളി സംഘടനയായ യുഗ്മ പുതിയ അംഗത്വത്തിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതായി ദേശീയ ജനറൽ സെക്രട്ടറി ജയകുമാർ നായർ അറിയിച്ചു. മാർച്ച് 15 മുതൽ ഏപ്രിൽ 15 വരെയുള്ള ഒരു മാസമാണ് പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നതിനുള്ള സമയപരിധി. ഫെബ്രുവരി 21 ശനിയാഴ്ച വാൾസണിൽ വെച്ച് ചേർന്ന യുഗ്മ ദേശീയ സമിതി യോഗമാണ് പുതിയ അംഗത്വ അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചത്. യുകെ മലയാളി സമൂഹത്തിൽ പ്രവർത്തന മികവിന്റെ 16 വർഷങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുന്ന യുഗ്മ മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. 155 പ്രാദേശിക അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ യുഗ്മ അംഗ അസോസിയേഷനുകളുടെ എണ്ണത്തിലും പ്രവർത്തന മികവിലും ആഗോള പ്രവാസി മലയാളി സംഘടനകൾക്കിടയിൽ മുന്നിട്ട് നിൽക്കുകയാണ്. യുഗ്മ ഭരണഘടന അനുശാസിക്കും വിധമുള്ള യോഗ്യരായ അസോസിയേഷനുകളെ യുഗ്മ മലയാളികൾ നെഞ്ചിലേറ്റിയ യുഗ്മ എന്ന മഹാപ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം ചെയ്തതായി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ.പി. സെബാസ്റ്റ്യൻ അറിയിച്ചു. യുഗ്മാംഗത്വവുമായി ബന്ധപ്പെട്ട് യുഗ്മ ഭരണഘടന നിർദ്ദേശിച്ചിരിക്കുന്ന യോഗ്യതകളുടെ മാനദണ്ഡത്തിലായിരിക്കും അംഗത്വ അപേക്ഷകൾ സ്വീകരിക്കുന്നത്. യുഗ്മ അംഗത്വം നേടുന്നതിന് താൽപര്യമുള്ള അസോസിയേഷനുകൾ secretary.yugma@gmail.com എന്ന വിലാസത്തിൽ ബന്ധപ്പെട്ടാൽ അപേക്ഷാ ഫോമുകൾ ലഭിക്കും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.